ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്യൂൻ ഓഫ് ഫോൺസ്, 4 ഓഫ് കപ്സ് ആൻഡ് ലാസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് പെൻറ്റക്കിൾസ്, എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ വളരെയധികം ക്രിയേറ്റീവായിരിക്കും, പാഷനേറ്റ് ആയിരിക്കും, വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അത് നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പണ്ട് നിങ്ങൾ ഇപ്പോൾ പണ്ട് തോറ്റു പോയെടുത്ത് ഇപ്പോൾ വീണ്ടും വിജയിക്കാനുള്ളൊരു അവസരം നിങ്ങളെ തേടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഡോണ്ട് ബി അഫ്രെയ്ഡ്, അത് ഭയപ്പെടാതെ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവാം. നിങ്ങൾ ആയിരിക്കും ഇപ്പോൾ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷനൊക്കെ ആയി നിൽക്കുന്നത്, അല്ലെങ്കിൽ 4 പേരുടെ മുമ്പിൽ ആ ഒരു ഫെയിം നിങ്ങളെ തേടി വരുന്നൊരു സമയമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും തീരെ പരിചിതമല്ലാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ചെറിയൊരു കോൺഫിഡൻസ് ഇടയ്ക്കൊക്കെ എവിടെയോ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയുക അപരിചിതത്വം, കോൺഫിഡൻസ് ഇല്ലായ്മയേക്കാൾ കൂടുതൽ ഒരു അപരിചിതത്വം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കോൺഫിഡൻസ് ജനറലി നല്ല പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. ഇടയ്ക്ക് എവിടെയോ ആ ഒരു ഇത് കുറയുന്ന ഒരു സിറ്റുവേഷൻ, ആ സമയത്ത് നിങ്ങൾ ഇൻസ്പയർ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുറച്ചൊന്ന് ചില കാര്യങ്ങൾ പ്രണയനൈരാശ്യമായിരിക്കാം, എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ് കാണിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയെന്തെങ്കിലും അവസരമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും ആവാം. കാരണം എന്തെങ്കിലും മത്സര പരീക്ഷകളോ അതുപോലത്തെ ഒരു കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ സ്പോർട്സോ ആർട്സോ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന അവസരം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു ചെറിയൊരു ഫ്രസ്ട്രേഷനും ടെൻഷനും ഒക്കെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം അതായത് ഒരു തൃപ്തിയില്ലായ്മ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ട്രാ ഓർഡിനറി ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി വരുന്നുണ്ട്. അതായത് നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക. കാരണം അതിലേക്കാൾ മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ ഇറ്റ്സ് ടൈം ടു ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറി പോസിറ്റിവിറ്റിയിലേക്ക് വരേണ്ടുന്ന ഒരു സമയമായിരിക്കുന്നു എന്നുള്ളത്. പിന്നെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റിയ സമയമാണ്. ഒത്തിരി തിരക്ക് പിടിച്ച് ഓടാതിരിക്കുക. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള അവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ധൃതി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റിയ ഒരു സമയമാണ്. നിങ്ങൾ അധികം ഓവർ സ്ട്രെസ് എടുത്ത് അല്ലെങ്കിൽ ധൃതി പിടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ വേണ്ടുന്ന കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യാം. പിന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. പല കാര്യങ്ങളും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് സ്ട്രെസ്സൊക്കെ റിലീസ് ചെയ്യാൻ, റിലാക്സ് ആവാൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും എ ബിഗ് താങ്ക് യു.